ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എജുപോൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണം എക്സാമിനെ കുറിച്ചിട്ടാണ്. സ്കൂളിൽ എങ്ങനെ തകൃതിയായിട്ട് പോർഷൻസ് ഒക്കെ ഒരുവിധം തീർന്നിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോഴും നമുക്ക് ക്ലാരിറ്റി വരാത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിപ്പോൾ നോട്ടായിട്ടും വീഡിയോ ആയിട്ടും ലൈവായിട്ടും ഒക്കെ കുറേ അവൈലബിൾ ആണ്. പക്ഷേ ഓണം എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കറക്റ്റ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും നമുക്ക് വലിയൊരു ക്ലാരിറ്റി ഇല്ല. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾ അബൌട്ട് ഇംഗ്ലീഷ് ഓണം എക്സാം. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കയ്യിൽ വെക്കണം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 3 കാര്യങ്ങളിൽ നമ്മൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുവിധം നിങ്ങൾ മാനേജ് ചെയ്താൽ നിങ്ങളുടെ മാർക്ക് ആരും എവിടെയും കൊണ്ടുപോകില്ല. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ചാപ്റ്റർ, 2 ഗ്രാമർ, 3 ഡിസ്കോസ്. ഈ 3 കാര്യങ്ങളിലാണ് നമ്മുടെ 80 മാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സും, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, ആദ്യത്തെ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സും രണ്ടാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സുമാണുള്ളത്. ഇതിൽ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദി അവർ ഓഫ് ട്രൂത്ത്, അത് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറില്ല, ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പഠിക്കുക. സ്കൂളിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പഠിക്കണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. പക്ഷേ ഒഫീഷ്യലി സിലബസ് പ്രകാരം ഇതുകൂടെ ഉണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന്. ഇൻ കേസ് നിങ്ങൾക്കത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങളത് അവസാനത്തെ ഈ അമിഗോ ബ്രദേഴ്സ് വരെ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചാപ്റ്റർ വൈസ് പോർഷൻ ഉള്ളത്. ഇനി ഡിസ്കോഴ്സസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ കാണുന്ന എല്ലാ ഡിസ്കോഴ്സുകളുടെയും ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് വില കൊടുത്തിട്ട് ഉറപ്പ് വരുത്തുക. കാരണം ചാപ്റ്റർ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഈ ഡിസ്കോഴ്സസിൻ്റെ ഫോർമാറ്റിൽ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. അപ്പോൾ നമുക്ക് വരുന്ന ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് പോം കമ്പാരിസൺ, ഡിബേറ്റ്, ബ്ലർബ് റൈറ്റിംഗ്, സ്പീച്ച്, നറേഷൻ, ഇമെയിൽ, ലെറ്റർ ടു എഡിറ്റർ, അനൗൺസ്മെൻറ്റ്, പാരഗ്രാഫ് റൈറ്റിംഗ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ക്യാരക്ടർ സ്കെച്ച്, ഇൻ്റർവ്യൂ ക്വസ്റ്റനെയർ, ബ്ലോഗ്, ലെറ്റർ, ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്, റൈറ്റപ്പ്, ലൈവ് TV റിപ്പോർട്ട്, ഡയറി, ആർട്ടിക്കിൾ ആൻഡ് പാനൽ ഡിസ്കഷൻ. ഇത്രയുമാണ് നമുക്ക് പ്ലസ് 2 ഓണം എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാമറിലേക്ക് വരാം. ഗ്രാമറിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് നമുക്കൊരു 2 മുതൽ 4 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. എഡിറ്റിംഗ് 2 മുതൽ 4 മാർക്കിന് പ്രതീക്ഷിക്കാം. ആക്റ്റീവ് വോയിസ് 2 മാർക്കിന്. ഹാഡ് ബെറ്റർ, സജഷൻസ്, അഡ്വൈസ് 2 മുതൽ 4 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. ടെൻസസും അഡ്ജക്റ്റീവ്സും ഒക്കെ ചോദിക്കാറുണ്ട്. ഇതും 2 മുതൽ 4 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. ഇഫ് ക്ലോസ് 2 മാർക്കിന് ചോദിക്കാറുള്ളൂ. കൊഹിസീവ് ഡിവൈസസും 2 മാർക്കിന് ചോദിക്കാറുള്ളൂ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് പഠിക്കാനുള്ള പോർഷൻസ്. ചാപ്റ്ററായി, ഗ്രാമറായി, ഡിസ്കോഴ്സസായി. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാർക്ക് എവിടെയും പോവില്ല. പക്ഷേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുന്നുണ്ട് അല്ലേ? പറഞ്ഞുതരാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓരോ പ്രാവശ്യം ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന സമയത്ത് അത് മൊത്തമായിട്ട് വായിക്കാൻ നിൽക്കണ്ട. അതിന് സമയം കിട്ടൂല, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാനും പറ്റൂല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു 12 മുതൽ 15 എക്സാം പോയിന്റുകൾ അടങ്ങുന്ന ഒരു ഷോർട്ട് സമ്മറി നോട്ട് ഉണ്ടാക്കി വെക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഇതുപോലത്തെ ഒരു നോട്ട് നിങ്ങൾക്ക് ഫ്രീലി അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കൊടുത്ത എല്ലാ ഡിസ്കോഴ്സിൻ്റെയും ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി പഠിക്കാം. അപ്പോൾ എല്ലാ ഡിസ്കോഴ്സസും എല്ലാ ക്വസ്റ്റ്യനും ആ ഡിസ്കോഴ്സിൻ്റെ ഫോർമാറ്റിലല്ല നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 2-3 മാർക്ക് നിങ്ങൾക്ക് വെറുതെ പോകും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വേറെ എവിടെയൊന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് 2017 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതായത് ഒരു വാസ്റ്റ് റിസോഴ്സസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 2017 തൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് എത്ര വർഷം, ഒരു 8-9 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതത്രയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ തരം ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിനി വരാനിരിക്കുന്ന ലൈവുകളിലൊക്കെ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമിന് ഒരു പ്രത്യേക ഇംഗ്ലീഷ് പഠിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ഇത്തിരി സമയം ബാക്കി വെക്കുക. ഒരു അരമണിക്കൂർ ബാക്കി വെക്കുക. കാരണം നമുക്ക് കുറേ അധികം പഠിക്കാനുണ്ട്. ഇപ്പോൾ ഗ്രാമർ ആണെങ്കിലും ഡിസ്കോഴ്സ് ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ തലകുത്തി മറിയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അത് വെറുതെ വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് കുറച്ചായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേ നമ്മുടെ തലയിൽ കയറുള്ളൂ. വേറൊന്ന്,
കാണാതെ പഠിച്ചു പോകരുത്. നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരിക. അതായത് എക്സാമിൻ്റെ തലേ ദിവസം എല്ലാം കൂടി ഇരുന്ന് അങ്ങോട്ട് എന്താ പറയുക പഠിച്ച് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ പിന്നെ അവസാനത്തെ വഴി എന്ന് പറയുന്നത് കാണാതെ പഠിക്കലാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു ഡയറി അത് അതേപോലെ അങ്ങ് പഠിച്ചു, റൈറ്റപ്പ് അത് അതേപോലെ അങ്ങ് പഠിച്ചു, ക്യാരക്ടർ സ്കെച്ച് അത് അതേപോലെ അങ്ങ് പഠിച്ചു. എത്ര നമുക്ക് പഠിക്കാൻ പറ്റും? ഇത് ഒരു മനുഷ്യൻ്റെ ഒരു പരിധിയില്ലേ, ഇതിനൊരു ലിമിറ്റില്ലേ? അപ്പോൾ അതിൽ കൂടുതൽ ഒരു മനുഷ്യനും മൊത്തം സിലബസ് കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് നിൽക്കണ്ട, അത് വെറുതെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മാറിപ്പോയാൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചതെല്ലാം അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ആ കോൺഫിഡൻസ് പോകും, അറിയാവുന്ന ഉത്തരങ്ങൾ നിങ്ങൾ തെറ്റിക്കും. അപ്പോൾ അതിന് നിൽക്കണ്ട, പരമാവധി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എഴുതിക്കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി 2 കാര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്, ഞാനും ശരിക്കും ഇത് പറയാൻ പാടില്ല ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ. പക്ഷേ അല്ലേ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ എഴുതുന്നതിലൊക്കെ അല്ലേ ഇപ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇഷ്ടംപോലെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഈ HSS ലൈവ് പോലത്തെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ബാച്ചിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതർവൈസ് നിങ്ങൾക്ക് HSS ലൈവ് പോലത്തെ HSS റിപ്പോർട്ടർ പോലത്തെ വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് AI വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ജനറേറ്റ് സിമിലർ ക്വസ്റ്റ്യൻ എന്ന് അടിച്ചു കൊടുത്താലല്ലേ നിങ്ങൾക്ക് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടും. അത് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഗ്രാമറിൽ നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. റൂൾസിന് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ലൈവുകൾ കാണാം, അല്ലെങ്കിൽ ഇനി ഗ്രാമറിൻ്റെ ലൈവ് വരാനിരിക്കുന്നുണ്ട്, അത് വൃത്തിക്ക് ഇരുന്ന് കാണാം. അവസാനത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ ഏതൊരു ഡിസ്കോഴ്സ് എടുത്തോളൂ, നിങ്ങൾ ലെറ്ററോ ഡയറിയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ടോ റൈറ്റപ്പോ നറേഷനോ എന്തെന്നെ എടുത്തോളൂ, അവിടെയൊക്കെ നമുക്ക് മാർക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണമല്ലേ, എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്രാമർ തെറ്റും. ഇപ്പോൾ ഒരു വാസിന് പകരം നമ്മൾ വേറെ കൊടുക്കും, വില്ലിന് പകരം വുഡ് കൊടുക്കും, ഹാസിന് പകരം ഹാവ് കൊടുക്കും, പിന്നെ കുറേ സ്പെല്ലിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ തെറ്റിക്കും. അപ്പോൾ ഒരു 6 മാർക്ക് കിട്ടേണ്ടടുത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 3 3.5 കിട്ടുള്ളൂ. ബാക്കി എവിടെയാണ് പോയത്? ബാക്കി നിങ്ങൾ എഴുതിയതിൻ്റെ ഗ്രാമർ ശരിയല്ല, അതുപോലെ അവിടുത്തെ കുറേ സ്പെല്ലിങ്ങും ശരിയല്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി AI ആണ്. ഇത് വേറെ ആർക്കും ഇത് കൊണ്ട് കാണിച്ചു കൊടുത്ത് അവരെത്ര മാർക്ക് തരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ചോദ്യം ഉൾപ്പെടെ നിങ്ങൾ എഴുതിയ ഉത്തരവും AI കൊണ്ടുപോയി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെമിനിയോ ChatGPT ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ അടിയന്തരമായിട്ട് അതിനോട് ചോദിക്കുക അതിലുള്ള ഗ്രാമർ മിസ്റ്റേക്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ +2 ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഇതെന്തായാലും നിങ്ങൾക്ക് അവസാനം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നൊരു ഇൻസ്ട്രക്ഷൻസാണ് ഞാൻ തന്നിരിക്കുന്നത്. അതായത് പബ്ലിക് എക്സാം വരെ ഇതേ ഒരു കാര്യം വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഇത് പരമാവധി പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. കാരണം എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. പിന്നെ വേറൊരു കാര്യം, ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.